എസ് സജീഷ്, ഇന്നിപ്പോൾ പലയിടത്തും മണ്ണിടിഞ്ഞ സംഭവം അറിയാമല്ലോ. ഇന്നലെ മുതൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഇന്നലെ വിള്ളലുണ്ടായ ഭാഗങ്ങളിൽ വീണ്ടും വിള്ളലുകൾ കൂടുതൽ വലുതാകുന്ന സാഹചര്യം കാണുകയാണ്. ഇതിലിപ്പോൾ ആർക്കാണ് ഉത്തരവാദിത്തമെന്നാണ് CPM കരുതുന്നത്? ഈ ദേശീയപാത 66-ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം NHAIക്കാണ്. NHAI ആ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്താതെ 2013 ഡീനോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് 2015 ഈ പ്രവൃത്തി അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് അതിന് തുടർച്ചയുണ്ടായത്. അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കാനും അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കാതെ ഈ പാത കടന്നു പോകുന്ന കർണാടകത്തിനോ തമിഴ്നാടിനോ മഹാരാഷ്ട്രയ്ക്കോ ഒന്നുമില്ലാത്ത ബാധ്യത ഏതാണ്ട് 5580 കോടി രൂപ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% കൊടുത്തുകൊണ്ട് അങ്ങനെ ഈ പദ്ധതി പുനരാരംഭിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. നിർത്തിപ്പോയ ഒരു പദ്ധതി പുനരാരംഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ദേശീയപാത വികസനം കേരളത്തിൽ സാധ്യമായത്. എന്നാൽ അങ്ങനെ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഈ പാതയുടെ ബോംബെയിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ എത്തിച്ചേരുന്ന ഈ പാതയുടെ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ആ ടെൻഡർ വിളിക്കുന്ന പ്രവൃത്തി നടത്തൽ, അതുപോലെ തന്നെ കരാറുകാരെ നിശ്ചയിക്കൽ, ഇതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഉത്തരവാദിത്തമാണ്. അതിൻ്റെ നിരീക്ഷണ കാര്യങ്ങൾ NHAI ഉദ്യോഗസ്ഥന്മാരാണ്. അതുപോലെ തന്നെ ഗുണനിലവാര പരിശോധന NHAI ഉദ്യോഗസ്ഥന്മാരാണ്. ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത്. തീർച്ചയായും സജീഷ്, അത് നമുക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷേ ഓരോ ഘട്ടത്തിലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാഴ്ചയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന രൂപത്തിൽ പൊതുമരാമത്ത് മന്ത്രി ആവർത്തിച്ച് പ്രതികരിക്കാറുണ്ടായിരുന്നു. ഈ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണ് എന്ന രൂപത്തിൽ തന്നെ മന്ത്രി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. മന്ത്രിയുടെ വാചകങ്ങളിൽ പറയുകയാണെങ്കിൽ ഓരോ ടീമായി ഓരോ സൈറ്റുകളിൽ പോയി വിവിധ ജില്ലകളിൽ ജില്ലാ പ്രതിനിധികളുമായും അവിടുത്തെ ജനങ്ങളുമായും ഒക്കെ സംസാരിച്ച് അവരുടെ പരാതികൾ കേട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ റിവ്യൂ യോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം യോഗങ്ങളിൽ സ്വാഭാവികമായും കേൾക്കേണ്ട പരാതികളാണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്നതും ഈ വയലുകളുടെ ഭാഗത്ത് നിർമ്മാണം നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും. ഇതൊക്കെ പല ആളുകളും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായ ഭാഗത്തെ ആളുകൾ അത് പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ ഇത് പരാതിപ്പെട്ടതാണെന്ന്. അപ്പോൾ ഇതൊക്കെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന സംഘം കേട്ടുകഴിഞ്ഞ കാര്യമാണ്. അതിനുശേഷമാണോ ഈ തരത്തിൽ അശാസ്ത്രീയമായി നിർമ്മാണം നടന്നിരിക്കുന്നത്? അല്ല, എന്തിനും കേരളത്തിലെ സർക്കാരിനെയും പൊതുമരാമത്ത് വകുപ്പിനെയും എല്ലാം കുറ്റപ്പെടുത്തുക എന്നത് ഒരു സമീപനമാണ്. ആ സമീപനത്തിൽ നിന്നുകൊണ്ടാണ് അത്തരക്കാർ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഇതിലുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇപ്പം 1190 ഹെക്ടർ സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും എന്നത് കേരളത്തിലെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് 2016 മുതൽ 25% ഭൂമിയുടെ വില കൊടുത്ത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലൂടെ മാത്രമാണ് ഈ പദ്ധതി സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടായത്. 2015 ഓഫീസ് പൂട്ടിപ്പോയതാണ് NHAI നമുക്കറിയാം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്ക് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഏകോപനത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. മാത്രവുമല്ല, മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്കറിയാം. തുടർന്ന് വിവിധ വകുപ്പുകളുടെ ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങളും സഹകരണങ്ങളും ഈ പ്രവർത്തനത്തിന് കേരളത്തിൽ ആവശ്യമുണ്ട്. അത് PWD വകുപ്പിൻ്റെ സഹകരണം നിസ്സീമമായി നൽകേണ്ടതെല്ലാം ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുമ്പോൾ ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഫോറസ്റ്റ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റോഡിൻ്റെ ഭാഗമായി ഈ മാറ്റിക്കൊടുക്കേണ്ടതും പുനഃസ്ഥാപിക്കേണ്ടതും മറ്റുമായ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ഈ പ്രവൃത്തി വൈകിപ്പോകാതിരിക്കാൻ വേണ്ടി KSEBയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുമെല്ലാം നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലായ മണ്ണ്, കല്ല് തുടങ്ങിയ കാര്യങ്ങളുടെ ലഭ്യത, മറ്റു കാര്യങ്ങളെല്ലാം
ജിയോളജി വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഈ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനും അത് കൃത്യമായി നടക്കാനും എല്ലാമുള്ള കേരളത്തിൻ്റെ സഹകരണം എന്നതാണ് പ്രധാനം. ആ സഹകരണം പൂർണ്ണമായി കേരളം നൽകി എന്നതുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.